ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു റിലീസ്. ആരും അറിയാതെയാണ് ഇക്കുറി ആ ഒരു സിനിമ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ആദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു കാര്യമുണ്ടായില്ല. നാളെ ആ സിനിമ എത്തുകയാണ്. ആവനാഴി 38 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ സിനിമയായിരുന്നു ആവനാഴി. ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പോലീസ് വേഷങ്ങളിലൊന്നാണ് ആവനാഴി. ഒന്നെന്നല്ല, ഒന്നാം പൊസിഷനിൽ നിൽക്കുന്ന സിനിമയാണ്. 38 വർഷം കഴിഞ്ഞിട്ടും ആവനാഴിയിലെ ബൽറാമിനെ തകർക്കാൻ അല്ലെങ്കിൽ ബൽറാമിൻ്റെ ഒപ്പം നിൽക്കാൻ മറ്റൊരു പോലീസ് ക്യാരക്ടർ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മലയാളത്തിലെ മമ്മൂട്ടി സഹിതം ബാക്കിയുള്ള എല്ലാ നടന്മാരും ഒരുപാട് പോലീസ് വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി തന്നെ ഏകദേശം 45-ന് മുകളിലുള്ള പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ വരുന്ന ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ പോലും മമ്മൂട്ടിയുടെ വേഷം അതൊരു പോലീസ് വേഷം തന്നെയാണ്. ഒരു റിട്ടയർഡോ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് പുറത്താക്കിയ പോലീസുകാരനായിട്ട് തന്നെയാണ്, ഒരു ഡിറ്റക്റ്റീവായിട്ട് അദ്ദേഹം വരുമ്പോൾ, അതായത് ഡൊമിനിക്കിനകത്തുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയേറെ കഥാപാത്രം ഇതിൽ അഭിനയിച്ച മമ്മൂക്ക തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പോലും ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാമിനെ കടത്തിവെട്ടുന്ന ഒരു ക്യാരക്ടർ പിന്നീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മലയാള സിനിമയിൽ നമുക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നും കൂടെ ചോദിക്കുന്നു. ഈ സിനിമ വരികയാണ്. അത്യാവശ്യം കുറച്ച് തിയേറ്ററുകളിലൊക്കെ ഈ ഒരു സിനിമയുണ്ട്. എറണാകുളം മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. വളരെ കുറഞ്ഞ ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പലവട്ടം റിലീസ് ചെയ്ത സിനിമകളാണ്. ഏകദേശം 95, 2000 കാലഘട്ടത്തിലൊക്കെ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ എറണാകുളത്തുള്ള പ്രമുഖ സിനിമ സെൻറ്ററിൽ തന്നെ ഏകദേശം ഒരു മാസത്തിന് മുകളിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിയ ഒരു ചിത്രമാണ്. അതായത് ഷേണായിസിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ സിനിമയാണ്. അതിനിടയിൽ അത് പിന്നീട് റിലീസ് ചെയ്തിരുന്നു, കവിതയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഈ സിനിമ റിലീസ് ചെയ്യുകയാണ്. ഇക്കുറി നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടാണ്. റിലീസ് ചിത്രങ്ങളിൽ മമ്മൂട്ടി സിനിമകൾക്ക് വലിയ നിറപ്പകിട്ടുകളൊന്നും തന്നെ കഴിഞ്ഞ റിലീസുകളിൽ നിന്നുണ്ടായിട്ടില്ല. ആകെ വല്യേട്ടൻ മാത്രമാണ് ഭേദപ്പെട്ട രീതിയിലൊരു സ്കോർ നേടാൻ കഴിഞ്ഞത്. എന്തായാലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലീസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആവനാഴി എന്ന സിനിമയെ കാണാനും ആ ഒരു പോലീസ് ക്യാരക്ടർ ഒരിക്കൽ കൂടി അഭ്രപാളികളിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതൊരു സുവർണാവസരവും ഒപ്പം നല്ല മുഹൂർത്തവും കൂടിയാണ്. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാരൊക്കെയാണ് അവർക്കൊന്ന് പോയി കാണാം. എന്നിട്ട് അല്ലെങ്കിൽ ഇതുവരെ ഈ ഒരു പോലീസ് ക്യാരക്ടർ കണ്ടിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ ഇതിലും വലിയ പോലീസ് ക്യാരക്ടറിന് നിങ്ങൾ കരുതിയിരിക്കുന്ന പല സിനിമകളും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ളത്. അതായത് നിങ്ങളൊരു പക്ഷേ മമ്മൂട്ടി ഫാൻ തന്നെയായിരിക്കാം. എന്നിരുന്നാലും എടുത്തു പറയാം, മമ്മൂട്ടിക്ക് പോലും പിന്നീട് ഒരിക്കൽ പോലും ഇത്ര ഗംഭീരമായിട്ടുള്ള, ഇത്ര ക്ലാസിക് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ വന്നിട്ടില്ല. ഒരുപാട് പോലീസ് ക്യാരക്ടർ ചെയ്ത, ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പോലീസ് വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നായകൻ ഒരു പക്ഷേ എന്നല്ല, ആണ് മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തിന് പോലും വന്നിട്ടില്ല. പല സ്റ്റൈലിഷ് കഥാപാത്രങ്ങൾ, ഗംഭീര കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി 100% ഉറപ്പിച്ച് പറയാം, ബൽറാം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ക്യാരക്ടർ എന്നുള്ളത്. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമായി. സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. ഗ്രേ മീഡിയാസ്.